Hello everyone. So ഇന്നത്തെ നമ്മുടെ സെഷൻ ഓൾഫാക്ഷൻ ആൻഡ് നേസൽ സൈക്കിൾ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഓൾഫാക്ഷൻ? ഓൾഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഓഫ് സ്മെൽ, അതായത് നമ്മൾ ഏതൊരു സാധനത്തിനെയും നമ്മൾ മണപ്പിക്കില്ലേ, ആ ഒരു സെൻസേഷന് പറയുന്നതാണ് ഓൾഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സെൻസ് ഓഫ് സ്മെല്ല് കിട്ടുന്നത് എന്നുള്ളത് ഒരു കൗതുകമേറിയ കാര്യമാണ് അല്ലേ. അപ്പം അതിൻ്റെ ഫിസിയോളജി പറയുകയാണെങ്കിൽ ബേസിക്കലി ഇത് ഓൾഫാക്ടറി എപ്പിത്തീലിയം എന്ന് പറയുന്ന പെർസെപ്റ്റ് ചെയ്യുന്ന സെൻസറി റിസപ്റ്റേഴ്സ് നമ്മുടെ നോസിലുണ്ട്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓവർ ദി അപ്പർ 1/3 ഓഫ് ദി റൂഫ് ഓഫ് ദി നോസ്. അപ്പോൾ ഇവരാണ് ഈ സെൻസേഷൻസൊക്കെ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇറ്റ് ഈസ് സെൻഡ് ടു ദി ഓൾഫാക്ടറി ന്യൂറോൺസിന് ഇത് കൊടുക്കും. ഈ ഓൾഫാക്ടറി ന്യൂറോൺസ് എന്നിട്ട് എന്ത് ചെയ്യും? എത്തമോയിഡ് ബോൺ എന്ന് പറയുന്ന ബോണിൻ്റെ ഭാഗത്ത് കുറച്ച് ക്രിബിഫോം പ്ലേറ്റ് എന്ന് പറയുന്ന കുറച്ച് ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾസ് വഴി ഈ ന്യൂറോൺസ് പോവുകയും എന്നിട്ട് ഓൾഫാക്ടറി ട്രാക്റ്റിലേക്ക് അവ എൻ്റർ ചെയ്യുകയും ചെയ്യും. ഈ എൻ്റർ ചെയ്ത ഓൾഫാക്ടറി ട്രാക്റ്റിലെ ന്യൂറോൺസ് ഉണ്ടല്ലോ, അത് പിന്നീട് എങ്ങോട്ടേക്ക് പോകുന്നു? ഓൾഫാക്ടറി കോർട്ടെക്സിലേക്ക് പോകുന്നു. അങ്ങനെ ബ്രെയിൻ ഇത് മനസ്സിലാക്കുകയും പിന്നീട് നമുക്കത് സ്മെല്ലായിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ, സോ this is actually the olfactory pathway. Olfactory epithelium, then the olfactory neurons, then it passes through the cribriform plate of ethmoid, reaches the olfactory tract, and through the olfactory tract reaches the olfactory cortex. അപ്പോൾ സപ്പോസ് ഒരു ആൾക്ക് ഹെഡ് ഇഞ്ചറി ഉണ്ടായെന്ന് വിചാരിക്കുക. സോ ദർ ക്യാൻ ബി ഡാമേജ് ടു ദി എത്തമോയിഡ് അല്ലേ. എത്തമോയിഡിന് ഡാമേജ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അതുവഴിയാണ് ഓൾഫാക്ടറി ന്യൂറോൺസ് പോകുന്നത്. സോ ഓൾഫാക്ടറി ന്യൂറോൺസിന് ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അങ്ങനെ വന്നാൽ ദർ ക്യാൻ ബി പെർമനൻറ്റ് ലോസ് ഓഫ് സ്മെല്ല്. ഓക്കെ, നമ്മുടെ എന്നേക്കുമായി നമുക്ക് ഒരു സാധനത്തിന് സ്മെല്ല് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എ കണ്ടീഷൻ ഇൻ വിച്ച് we will not have the ability to smell അല്ലേ, എബിലിറ്റി ടു സെൻസ് സ്മെൽ, അതിന് പറയുന്ന പേരാണ് അനോസ്മിയ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഡിസോർഡേഴ്സ് ഓഫ് സ്മെൽ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈപ്പോസ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് സ്മെൽ സെൻസേഷൻ അല്ലെങ്കിൽ ഡിക്രീസ്ഡ് സ്മെൽ സെൻസേഷൻ. അതായത് നമുക്ക് മണം അറിയാൻ പറ്റും, പക്ഷേ കുറച്ച് കുറവാണ്, അതിൻ്റെ വീര്യം കുറച്ചേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. മനസ്സിലായോ? നല്ല സ്മെല്ലുണ്ടാവും, പക്ഷെ നമുക്ക് ഭയങ്കര നേരിയതായിട്ട് അതിൻ്റെ സ്മെല്ല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളെങ്കിൽ ഇറ്റ് ഈസ് നോൺ എസ് ഹൈപ്പോസ്മിയ എന്ന് പറയുന്ന കണ്ടീഷൻ. നെക്സ്റ്റ് വൺ ഇസ് അനോസ്മിയ മീൻസ് നമുക്ക് മണം അറിയാൻ പറ്റുന്നേ ഇല്ല. സോ ദർ ഇസ് ലോസ് ഓഫ് സെൻസ് ഓഫ് സ്മെൽ. അനോസ്മിയ accompanied with hypogonadism leading to infertility is known as കാൾമാൻ syndrome എന്ന് പറഞ്ഞാൽ അനോസ്മിയ, അതായത് മണം അറിയാൻ പറ്റത്തില്ല, അത് കൂടാണ്ട് പേഷ്യൻറ്റിന് ഇൻഫെർട്ടിലിറ്റിയും കൂടെ ഉണ്ടാകും. അതെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഇസ് നോൺ എസ് കാൾമാൻ സിൻഡ്രോം. അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനോസ്മിയെക്കുറിച്ചാണ്. അനോസ്മിയ എന്ന് പറയുന്നത് ദർ ഈസ് ലോസ് ഓഫ് സെൻസ് ഓഫ് സ്മെല്ലാണ്. മണം അറിയാനേ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മണം അറിയാൻ പറ്റാത്തത്? ദർ ആർ ബേസിക്കലി 2 മെയിൻ കോസസ് ഓഫ് അനോസ്മിയ. ഫസ്റ്റ് വൺ ഈസ് ഒബ്സ്ട്രക്റ്റീവ് കോസ്, സെക്കൻഡ് വൺ ഈസ് ന്യൂറോളജിക്കൽ കോസ്. എന്താണ് ഈ ഒബ്സ്ട്രക്റ്റീവ് കോസ് എന്ന് പറഞ്ഞാൽ? ഒബ്സ്ട്രക്റ്റീവ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, അതായത് നമ്മുടെ മൂക്കിലേക്ക് എയർ വരാനായിട്ട് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാവുക, ബ്ലോക്കേജ് ഓഫ് എയർ ഫ്ലോ ടു ദി ഓൾഫാക്ടറി ഏരിയ. അതിൻ്റെ റീസൺ ഒന്നെങ്കിൽ മൂക്കിനകത്തുനിന്ന് എന്തെങ്കിലും ദശ വളർന്നിരിക്കുകയോ അല്ലെങ്കിൽ മൂക്കിന് എന്തെങ്കിലും വളവ് ഉണ്ടാവുകയോ, ഓക്കെ, അല്ലെങ്കിൽ ഇൻഫീരിയർ ടർബിനേറ്റ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഇൻഫീരിയർ ടർബിനേറ്റ് എന്തെങ്കിലും ഗ്രോത്ത് ഹൈപ്പർട്രോഫി ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം. സോ ദീസ് ആർ ദ റീസൺസ് ഫോർ ദി ഒബ്സ്ട്രക്റ്റീവ് അനോസ്മിയ: nasal polyp, deviated nasal septum, inferior turbinate, hypertrophy. നെക്സ്റ്റ് വൺ ഇസ് ന്യൂറോളജിക്കൽ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ദി നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പം നമ്മുടെ ഹെഡ് ഇഞ്ചറിയോ COVID-19 ബാധിച്ച ആൾക്കാർക്ക് ഇതുപോലെ അനോസ്മിയ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അൾഷിമേഴ്സ്, പാർക്കിൻസോണിസം മുതലായിട്ടുള്ള നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഡിസീസസ്. പിന്നെ ഇറ്റ് ക്യാൻ ബി എൻ ഏർലി സിംറ്റം ഓഫ് ബ്രെയിൻ ട്യൂമർ ഓൾസോ. ഓക്കെ, ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരു പേഷ്യൻറ്റിന് ചിലപ്പോൾ അനോസ്മിയ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് അനോസ്മിയ ഉള്ള പേഷ്യൻറ്റിന് അമോണിയയുടെ ആ ഒരു സ്മെല്ല് അറിയാൻ പറ്റും. അമോണിയയുടെ സ്മെല്ലെന്ന് പറയുന്നത് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ സ്മെൽ ആക്ച്വലി കേട്ടോ.
അമോണിയ എന്ന് പറയുന്നത് ഒരു ഇറിറ്റൻ്റ് ആണ്, ഇറ്റ് ഇസ് നോട്ട് എ സ്മെൽ. അപ്പോൾ ആ ഇറിറ്റൻ്റ് സെൻസ് ചെയ്യുന്നത് ട്രൈജെമിനൽ നെർവാണ്. അപ്പോൾ ആ നെർവ് വഴിയാണ് നമുക്ക് ആ ഇറിറ്റേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമോണിയയുടെ സ്മെല്ലെന്ന് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നത്. സോ എ പേഴ്സൺ ഹു ഈസ് ഹാവിങ് അനോസ്മിയ ക്യാൻ സ്മെൽ അമോണിയ. അമോണിയ ആണ് ഏക സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ്. ഇനി അടുത്തത് അങ്ങനെയുള്ള പേഷ്യൻസിന് കേട്ടോ. അടുത്തതാണ് കാൾമാൻ സിൻഡ്രോം. എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് ഒരു പേഷ്യൻറ്റിന് ട്രാവൽ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഈ ട്രാവൽ ഹിസ്റ്ററി അലോങ് വിത്ത് ഫ്ലൂ ലൈക്ക് സിംറ്റം, പനി പോലെയുള്ള സിംറ്റംസും കൂടാതെ തന്നെ മണം അറിയുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററിയിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോൾ വി ഹാവ് ടു ഡു RT-PCR ആൻഡ് RT-PCR ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ COVID-19 പോസിറ്റീവ്. മനസ്സിലായല്ലോ? സോ COVID-19 പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതരമായിട്ടുള്ള കണ്ടീഷൻസാണ്. ഒന്ന് ഹിസ്റ്ററി ഓഫ് ട്രാവലിംഗ്, ഫ്ലൂ ലൈക്ക് സിംറ്റം ആൻഡ് അനോസ്മിയ. കേട്ടല്ലോ. നൗ നെക്സ്റ്റ് വൺ ഇസ് ഹൗ ടു ടെസ്റ്റ് ഓൾഫാക്ഷൻ. അപ്പം നമുക്കൊരാളുടെ സ്മെല്ലിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവർക്ക് മണം അറിയാൻ കഴിയുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന അവരുടെ എല്ലാ ഒബ്സ്ട്രക്റ്റീവ് കോസസ് ആയിക്കോട്ടെ, അത് ന്യൂറോളജിക്കൽ കോസസ് ആയിട്ട് എന്തുമായിക്കോട്ടെ, അവർക്ക് മണം അറിയാൻ പറ്റുന്നുണ്ടോ, ഇഫ് ദർ ഈസ് എനി ഹൈപ്പോസ്മിയ, അനോസ്മിയ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഓൾഫാക്ടറി ടെസ്റ്റ്. അപ്പോൾ അതിൽ ഏറ്റവും ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വിച്ച് ഇസ് ദ ബെസ്റ്റ് ടെസ്റ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആ ടെസ്റ്റാണ്. ദാറ്റ് ഈസ് ദ അപ്സിറ്റ് ടെസ്റ്റ്. അപ്സിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ സ്മെൽ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയും. ഇതാണ് എൻ്റെ ഫുൾ ഫോം. ഇതിൽ 40 തൊട്ട് 50 അരോമാറ്റിക് ഏജൻസിനെ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നു. ഡിഫറെൻറ്റ് ഡയലൂഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻസിലായിരിക്കും. ഇത് പേഷ്യൻറ്റിനോട് സ്മെൽ ചെയ്യാൻ പറയുന്നു. ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് ഏബിൾ ടു സ്മെൽ ദെൻ ഹി ഈസ് നോട്ട് ഹാവിങ് എനി ഇഷ്യൂ, ഹി ഓർ ഷീ ഈസ് നോട്ട് ഹാവിങ് എനി ഇഷ്യൂസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണപ്പിക്കാനായിട്ട് 40 തൊട്ട് 50 ആ ഒരു റേഞ്ചിൽ വരുന്ന അത്ര എണ്ണം സാധനങ്ങൾ സ്മെല്ല് ചെയ്യാൻ കൊടുക്കുകയാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത്രയും ഈ പറയുന്ന ഈ 40 to 50 അരോമാറ്റിക് ഏജൻസിനകത്ത് റോസ്മേരി പോലെയുള്ള, ഒറിഗാനോ പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് അറിയാത്ത ചില സ്മെല്ലിങ് അരോമാറ്റിക് ഏജൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മണപ്പിക്കാൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇത് എന്താണെന്ന് പോലും അറിയത്തില്ല, ഇപ്പോഴും അറിയാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ടെസ്റ്റ് വന്നു. ഇറ്റ് ഈസ് നോൺ എ CC സിറ്റ് ടെസ്റ്റ് എന്ന് പറയും. ഈ ടെസ്റ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പരിചയമായിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഈ CC സിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് കൾച്ചറൽ സ്മെൽ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് കിറ്റി ടെസ്റ്റ് എന്നും നമ്മൾ പറയും. അപ്പോൾ ഈ ടെസ്റ്റിനകത്ത് 20 അരോമാറ്റിക് ഏജൻസ്, 20 സ്മെല്ലിംഗ് ഏജൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് പേഷ്യൻറ്റിന്. ആൻഡ് ഇതിനകത്ത് ഗ്ലോബലി കോമൺ ആയിട്ടുള്ള ലോകം മൊത്തമുള്ള ആൾക്കാർക്ക് അറിയാവുന്ന സബ്സ്റ്റൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വെളുത്തുള്ളി, ഗാർലിക്ക്, ഗ്രാമ്പു, അങ്ങനെയുള്ള ക്ലോവ്, അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് തിങ് ഈസ് അബൌട്ട് ദി സ്മെൽ ബിസ്ക്കറ്റ്സ്. ഇപ്പോൾ ചില മണം ഉള്ള ബിസ്ക്കറ്റുകൾ അവൈലബിൾ ആണ്. സെൻറ്റഡ് ആയിട്ടുള്ള ഡിസ്ക് പോലെയാണ് അതിരിക്കുക. സോ റെഡിമെയ്ഡ് ഐറ്റം ആണ്. സോ ദിസ് ഈസ് ഓൾസോ ഗിവൺ ആസ് എ ടെസ്റ്റിംഗ് തിങ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടെസ്റ്റിംഗ് ഓൾഫാക്ഷൻ ഓപ്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അപ്സിറ്റിൻ്റെ ഒരു പിക്ചറൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദർ ക്യാൻ ബി അതർ സ്മെൽ റിലേറ്റഡ് ഇഷ്യൂസ്. ഇതല്ലാണ്ട് മറ്റ് സ്മെൽ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. കാക്കോസ്മിയ, പരോസ്മിയ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ കാക്കോക്സ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മെൽ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ എസ് കാക്കോക്സിമിയ. അപ്പം ദിസ് ഇസ് യൂഷ്വലി നമ്മുടെ ദന്തൽ ഇൻഫെക്ഷൻ, പല്ലിന് എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റും, ഓക്കെ ദർ ഇസ് എ സ്മെൽ ഇൻ മൈ മൗത്ത് എന്നുള്ളത് കേട്ടോ. അതാണ് കാക്കോക്സിമിയ. അടുത്തെന്ന് പറയുന്നത് പരോസ്മിയ. പരോസ്മിയ എന്ന് പറഞ്ഞാൽ ചുറ്റും എന്താണ് നമുക്ക് അറിയാൻ മേലാത്ത സ്മെല്ല് നമ്മൾ ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത ഒരു സ്മെല്ല് കിട്ടുന്നു. അല്ലെങ്കിൽ നോർമലി നമ്മൾ വിചാരിക്കുന്ന സ്മെല്ലല്ല, വേറൊരു സ്മെല്ല് പറയുക. ഓക്കെ, നല്ല സ്മെല്ലിനെയും ബാഡായി പറയുക. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഒരു പെർസെപ്ഷനാണ് പാരനോയിഡ് സെൻസേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് പാരനോയിഡ് കക്കോക്സ്മിയ ഓർ പാരോസ്മിയ എന്ന് നമുക്ക് പറയാം. നൗ ദിസ് ഇസ് സീൻ ഇൻ, അതായത് വേറൊരു രീതിയിലെ സ്മെല്ല്, അതായത് നോർമലി അല്ലാതെ തെറ്റായി പറയുന്നത് യൂഷ്വലി കാണുന്ന ഇൻഫ്ലുവൻസയിലും ബ്രെയിൻ ട്യൂമറുള്ള പേഷ്യൻസിലുമാണ് നമുക്ക് സാധാരണ കാണുന്നത്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നേസൽ സൈക്കിൾ എന്നുള്ള
ഒരു സൈക്കിൾ വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ അവർ നോസ് ആണ്. ഓക്കെ, അപ്പം എന്താണ് നേസൽ സൈക്കിൾ? അത് ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ നോർമൽ റിതമിക് കൺജഷൻ ആൻഡ് ഡീകൺജഷൻ ഓഫ് ദ 2 നേസൽ ക്യാവിറ്റീസ് ദാറ്റ് ഓക്കർ ഓൾട്ടർനേറ്റ്ലി. അതായത് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മളുടെ മൂക്കിൽ 2 ക്യാവിറ്റീസ് ഉണ്ടല്ലോ, അതിലൊന്ന് കൺജസ്റ്റ് ആവും, അതൊന്ന് കൺജസ്റ്റ് ആകുമ്പോൾ മറ്റേത് ഡീകൺജസ്റ്റ് ആവും. അതിങ്ങനെ റിതമിക്കായിട്ട് ഓൾട്ടർനേറ്റീവ്ലി നോർമലായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമുക്കിതിനെക്കുറിച്ച് അവെയർനെസ് ഇല്ല, നമ്മൾ കോൺഷ്യസ് വി ആർ നോട്ട് അറ്റ് ഓൾ കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. നമുക്കറിയാതെ നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പം one nasal cavity is typically dominated by breathing while the other is relative. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ എപ്പോഴായാലും ഒരു മൂക്കിൽ കൂടാണ് എപ്പോഴും നമ്മൾ നോർമലി ശ്വാസം എടുക്കാതെ, ഡോമിനേഷൻ ഒരെണ്ണത്തിന് കൂടുതലായിരിക്കും, മറ്റേത് ആ സമയത്ത് ബ്ലോക്ക്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദിസ് ഇസ് നോർമൽ ഇൻ ആൻ ഇൻഡിവിജ്വൽ. ദിസ് ഇസ് why? Okay, this is due to dynamic changes in the size of inferior turbinate which have venous sinuses that engorge or constrict. അതായത് നമ്മുടെ ഓരോ ക്യാവിറ്റിയുടെ ഉള്ളിൽ ഇൻഫീരിയർ ടെർബിനേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇൻഫീരിയർ ടെർബിനേറ്റ് അതിങ്ങനെ സൈസ് വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഓഫ് ദി വീനസ് സൈനസസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൺസ്ട്രക്ഷനും ഒക്കെ കാരണമാണ് ഈ പറയുന്ന ഒരെണ്ണം വലുതാകുമ്പം ഒരെണ്ണം ചെറുതാകും അങ്ങനെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു നേസൽ ക്യാവിറ്റി ചുരുങ്ങിയിരിക്കുമ്പോൾ ഒരു നേസൽ ക്യാവിറ്റി വികസിച്ചിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടാവുന്നത് ഒരു 2.5 to 4 hours വരെ ഇങ്ങനെ ഒരു സൈക്കിൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര എടുക്കും ഒരെണ്ണം തിരിച്ചു മാറി മറ്റേ രീതിയിലാവാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? സോ നമുക്കിതിനെക്കുറിച്ച് യാതൊരുവിധ അവയർനെസ്സും ഇല്ല. അപ്പം നമുക്ക് സപ്പോസ് വി വാണ്ട് ടു മെഷർ നേസൽ എയർ ഫ്ലോ ആൻഡ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ബൈ ദ നേസൽ ടിഷ്യൂ. അതായത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ, അതായത് എത്രമാത്രം റെസിസ്റ്റൻ്റ് ഉണ്ട്, എത്രമാത്രം എയർ ഫ്ലോ ഉണ്ട് ഒരു മൂക്കിൻ്റെ ക്യാവിറ്റിയുടെ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അക്കൗസ്റ്റിക് റൈനോ മാനോമെട്രി എന്ന് പറയുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രമാത്രം എയർ ഫ്ലോ ഉണ്ട് ഒരു മൂക്കിൽ, എത്രമാത്രം റെസിസ്റ്റൻസ് അതിനകത്തെ നേസൽ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ നമുക്ക് പ്രഷർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. ദിറ്റ് ഇസ് നോൺ ആസ് അക്കൗസ്റ്റിക് റൈനോ മാനോമെട്രി. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത നേസൽ സൈക്കിളിനെ കുറിച്ചും ഓൾഫാക്ഷനും ഓൾഫാക്ടറി പാത്വേയും പിന്നെ ഡിസോർഡേഴ്സ് ഓഫ് സ്മെല്ലുമാണ്. അപ്പോൾ I hope all of you understood what I was telling. Thank you so much.